ഈ അനുഭവമില്ലാത്ത പിള്ളേരാ മറ്റുള്ളവരുടെ ജീവന് വില കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ ബൈസ്റ്റാൻഡർ ആയിട്ട് പോകണം. തീരെ വയ്യാതെ കിടക്കുന്ന ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാഷ്വാലിറ്റി ക്രിട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ സഹായിക്കാൻ വേണ്ടി പോകണം. അവിടെ ചെല്ലുന്ന നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാഴ്ചകൾ കിട്ടും. അവിടെ ചെല്ലുമ്പോൾ തന്നെ ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും, സർജറിക്ക് കൂടെ നിൽക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ കോടേണ്ടി വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ വന്ന് ഓരോ വാചകം പറയും, അതെ ഒരു നെർവ് കട്ടായിട്ടുണ്ട് കേട്ടോ, ശരീരത്തിന് ഇന്ന ഭാഗം ഇനി ചലിക്കുമോ എന്ന് സംശയമാണ്, ഇന്ന ഭാഗത്തിനൊരു ചെറിയ ചതവുണ്ട് കേട്ടോ, ഇനി ജീവിതകാലം മുഴുവൻ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് കാണും, ഇന്ന ഭാഗത്തിൻ്റെ മുറിവ് കാരണം ഇനി കാഴ്ചശക്തി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള സംഭവം പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ചെറിയ പാർട്ടിൻ്റെയും വില എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. രാത്രി നിങ്ങൾ അവരോടൊപ്പം ആ ICUലോ അല്ലെ പുറത്തോ വാർഡിലോ കിടക്കുമ്പോൾ ഒന്ന് പോകണം. രാത്രി ഡോക്ടർമാർ വരും അല്ലെങ്കിൽ അറ്റൻഡർമാർ വരും, വന്നിട്ട് പറയും പോയിട്ട് ബ്ലഡ് പരിശോധിക്കണം കേട്ടോ, അത് യൂറിൻ ടെസ്റ്റ് ചെയ്യാനുള്ള സാധനം തരും, ഇന്ന മരുന്ന് മേടിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഓരോ 2-3 മണിക്കൂറോ കൂടുമ്പോൾ നിങ്ങൾ പുറത്ത് പോയി മരുന്ന് മേടിച്ചുകൊണ്ട് വരേണ്ടി വരും. രാവിലെ 4 മണിയാകുമ്പോൾ കയറിയിട്ട് ഈ വ്യക്തിയെ ക്ലീൻ ചെയ്യാൻ നിങ്ങളുടെ ഡൈപ്പറോ സാധനങ്ങളൊക്കെ തന്നിട്ട് ആ വ്യക്തിയുടെ മലവും മൂത്രമൊക്കെ നിങ്ങൾ വാരേണ്ടി വരും. അത് ചെയ്ത് നോക്കണം. കുറച്ച് ദിവസം ചെയ്ത് ആദ്യത്തെ 1-2 ദിവസം കഴിയുമ്പോൾ നമ്മൾ മടുത്തു തുടങ്ങും. ആ സ്മെല്ലും നിങ്ങൾക്ക് നേരെ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥയൊക്കെ വരും. അന്നേരം നമുക്കറിയാൻ പറ്റും ജീവന്റെ വില എന്താ, ഒരവയവത്തിൻ്റെ വില എന്താ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്ന ഈ ന്യൂ ജനറേഷൻ പിള്ളേരില്ലേ, അവരെ ഇതിൻ്റെ ട്രെയിനിങ്ങിന് വിടണം. ആ ട്രെയിനിങ്ങിന് വിടുമ്പോൾ ഒരു നെർവിൻ്റെ വില മനസ്സിലാകുമ്പോൾ അവൻ നാളെ ഒരാളുടെ മേലെ കത്തി ഓങ്ങൂല്ല. ഇതിനകത്ത് എത്ര പേർക്കുണ്ട് അങ്ങനെ ഒന്ന് ശുശ്രൂഷിക്കാൻ അവസരം കിട്ടിയവർ, ആ വേദന അറിഞ്ഞിട്ടുള്ളവർ കൈപൊക്കിക്ക്. ഇവിടെ ഏകദേശം ഒരു 100 പേരെടുത്താൽ 3-4 പേര്, ടീച്ചേഴ്സ് ഒരാളെടുത്താൽ 5 പേര്. ഇതാണ് ഈ നാടിൻ്റെ പ്രശ്നം. നിങ്ങൾ യഥാർത്ഥ വേദന അറിഞ്ഞിട്ടില്ല. ലൈഫിൻ്റെ ആദ്യത്തെ വേദന ഒരു പ്രണയ നൈരാശ്യമായിരിക്കും, ആദ്യത്തെ വേദന ഒരു ടീച്ചർ വഴക്ക് പറഞ്ഞതായിരിക്കും, ആദ്യത്തെ വേദന ഒരു പരീക്ഷ തോറ്റതായിരിക്കും. അതാണ് ഏറ്റവും വലിയ വേദന എന്നാണ്. അനുഭവങ്ങൾ നൽകുക എന്നുള്ളതാണ്. ഈ അനുഭവമില്ലാത്ത പിള്ളേരാ മറ്റുള്ളവരുടെ ജീവന് വില കൊടുക്കുക. ശരിയാണോ?